സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എല്ലാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ സീരീസിന്റെ എല്ലാ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ചെക്ക് ചെയ്യണം. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനോട് കൂടിയിട്ടാണ്. ഒരു വർഷം മുന്നേ നടന്നൊരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഇതിൽ ടൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോഗുൺ ഉണ്ടല്ലോ, അയാൾ മരണക്കിടക്കയിലാണ്, മരിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ടൈക്കോയും നമ്മുടെ യോഷിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ എല്ലാ രാജാക്കന്മാരിൽ നിന്നും ടൈക്കോയ്ക്ക് ഏറ്റവും ഇഷ്ടം യോഷിനെ ആയിരുന്നു. അപ്പൊ ഇവിടെ വെച്ച് ടൈക്കോ ചോദിക്കുകയാണ്, എന്റെ മകൻ പ്രായപൂർത്തി ആവുന്നത് വരെ നിനക്ക് എന്റെ സ്ഥാനം എടുത്തൂടെ, ഈ രാജാക്കന്മാരിനെയൊക്കെ നിനക്ക് ഭരിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ യോഷി പറയുന്നു, ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എനിമീസ് ഉണ്ടല്ലോ, അതായത് ഈ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള എനിമീസ് ഒക്കെ ഒന്നിച്ച് ചേരും, എന്നിട്ട് അവര് നമ്മളെ ആക്രമിക്കാൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യെച്ചിയോ ഉണ്ടല്ലോ, മകൻ ടൈക്കോന്റെ അടുത്ത അനന്തരാവകാശി, അവനെ കൂടെ ഇവര് കൊല്ലും. അപ്പൊ അതിപ്പോ എന്തായാലും വേണ്ടാന്ന് പറയും. അപ്പൊ ടൈക്കോയ്ക്ക് ഈ കാര്യം അറിയാം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സിവിൽ വാർ ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് ടൈക്കോ ഒരു പുതിയൊരു നിയമം ഉണ്ടാക്കുന്നത്. കൗൺസിൽ ഓഫ് റീജൻസ് പറഞ്ഞിട്ടുള്ളൊരു കൗൺസിൽ ഉണ്ടാക്കുന്നു. അതിൽ 5 പേരുണ്ട്. ജപ്പാനിലെ മെയിൻ ആയിട്ടുള്ള 5 സ്ഥലങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരാണ് ഈ കൗൺസിലുള്ളത്. എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഒരു വോട്ട് എടുത്തിട്ട് ചെയ്യണം. യെച്ചിയോന് പ്രായമാവുന്നത് വരെയാണ് ഇത് ചെയ്യേണ്ടത്. ജപ്പാനിലൊക്കെ 16 വയസ്സിലാണ് പ്രായപൂർത്തിയാവുക. അപ്പൊ അങ്ങനെ പറയും, 16 വയസ്സ് വരെ ഈ ഒരു കൗൺസിൽ ഉണ്ടാവണം എന്നുള്ള കാര്യമൊക്കെ ഒരു നിയമം പോലെ എഴുതിയിട്ട് യോഷിന്റെ കയ്യിൽ കൊടുത്തു വിടും. അപ്പൊ ഇങ്ങനെയാണ് ഈ കൗൺസിൽ ഉണ്ടാവുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും. ടൈക്കോന്റെ ഏറ്റവും അടുത്ത് നിന്ന ആളായിരുന്നു യോഷി. ആ ഒരു അസൂയാണ് ബാക്കിയുള്ള രാജാക്കന്മാരിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു വെച്ചു, റോഡ്രിഗസിന് കുറച്ച് ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ശരിക്കും ആരാണെന്നും അയാൾ ഇത്ര കാലം ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരുന്നത്. റോഡ്രിഗസ് അവസാനം പറഞ്ഞത്, ഞാനിത് നേരെ പോർച്ചുഗീസുകാരന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും, നിന്റെ ഭാവിയൊക്കെ അവര് നോക്കിക്കോളെന്ന് പറയും. അപ്പൊ പറഞ്ഞ പോലെ തന്നെ റോഡ്രിഗസ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. പോർച്ചുഗീസിന്റെ 2 ഹെഡ് ആയിട്ടുള്ളവരാണ്, ഒരു പ്രീസ്റ്റും അദ്ദേഹത്തിനെ സഹായിക്കാനുള്ള മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളും. ഇവർ രണ്ടുപേരുമാണ് ജപ്പാനിലുള്ള പോർച്ചുഗീസിന്റെ ഹെഡ്. ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ, അതായത് ഈ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആള് ഇത്രയും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു പൈററ്റിനെ പോലെയാണ് ഇത്രകാലം പെരുമാറിയതെന്ന് പറഞ്ഞിട്ട് ജപ്പാൻകാരുടെ അടുത്ത് ഈ ഒരു എവിഡൻസ് കൊടുത്താൽ മതി, അപ്പൊ തന്നെ കൊല്ലും ജോണിനെ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുള്ളത്, ഒരു ട്വിസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്യുമെന്റ്സിൽ കാത്തലിക്സ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് ഇപ്പൊ പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അത് അവർ വ്യക്തമായിട്ട് പറയും. മക്കാവോ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ്സിൽ ഈ കാത്തലിക്സുകാർ എന്തൊക്കെയോ വേണ്ടാത്ത എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ എവിഡൻസും കൂടി ഈ ഡോക്യുമെന്റ്സിലുണ്ട്. അപ്പൊ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ പണി കിട്ടും. അപ്പൊ ഇപ്പൊ ഈ ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടെന്ന് അവിടുത്തെ ആ വലിയ പ്രീസ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, ഈ ജോൺ എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പോകുന്നത് നോക്കാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് അവർ പിരിയുന്നു. ഇനി അടുത്ത സീൻ നമ്മൾ കാണുന്നത് ഒസാക്ക കാസലിലുള്ള സീനാണ്. ജോണിനെ ഇപ്പൊ ഒസാക്കയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ജോണിനെ അവർ നേരെ യോഷിന്റെ മുന്നിലാണ് ഹാജരാക്കുന്നത്. യോഷിന്റെ കൂടെ മെരിക്കോ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കാസലിലുള്ള ശരിക്കുള്ള ട്രാൻസ്ലേറ്റർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ ആണ്. നമ്മൾ നേരത്തെ പോർച്ചുഗീസുകാരന്റെ കൂടെ നമ്മൾ കണ്ടില്ലേ, അയാളാണ് ഇവിടുത്തെ ട്രാൻസ്ലേഷൻ ഒക്കെ മൊത്തം ചെയ്യുന്നത്. അയാളും വന്നിട്ടുണ്ട്. മാർട്ടിൻ ഒരു പോർച്ചുഗീസുകാരൻ ആയതുകൊണ്ടാണ് യോഷി മാരിക്കോനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഈ ട്രാൻസ്ലേഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. യോഷിന്റെ കാഞ്ഞ ബുദ്ധിയാണെന്ന് നമുക്ക് എഴുതുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് ജോൺ ഒരു കഥ പറയുകയാണ്. 2 ടൈപ്പ് ക്രിസ്ത്യൻസ് ഉണ്ട്, പ്രൊട്ടസ്റ്റന്റ്സും കാത്തലിക്സും. ഇംഗ്ലണ്ടുകാരും പോർച്ചുഗലുകാരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിന്റെ അകത്ത്. രണ്ടുപേരും ഭയങ്കര എനിമീസ് ആണ്. അപ്പൊ യോഷി ചോദിക്കും, നീ ഒരു പൈററ്റ് ആണോ എന്ന് ചോദിക്കും. നിന്റെ കപ്പൽ എന്തിനാണ് ഇത്ര തോക്കുകളും ഈ പീരങ്കികളൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കും. ജോൺ പറയും, ഞാൻ പൈററ്റ് ഒന്നും അല്ല, ഇതൊരു ഡച്ച് കപ്പലാണ്, മെഗല്ലൻ പാസ് എന്ന് പറഞ്ഞിട്ടൊരു പാസിൽ കൂടെയാണ് നമ്മൾ വന്നത്, അവിടെയൊക്കെ മുഴുവൻ ശത്രുക്കളാണ്, അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാനൻസ്, അല്ലാതെ ജപ്പാനിൽ വന്നിട്ട് ഒന്നും ചെയ്യാനല്ല എന്നുള്ള കാര്യമൊക്കെ പറയും. അപ്പൊ ഈ ഒരു വർത്തമാനത്തിന്റെ ഒക്കെ ഇടയിൽ ഇഷീഡോ കയറി വരും. ഇഷീഡോ വന്നിട്ട് പറയും, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, ഈ ഒരു ഫോറിനറിനെ എന്തിനാണ് ഇതിന്റെ അകത്ത് കയറ്റുന്നത്. ഒസാക്ക കാസിൽ എന്ന് പറഞ്ഞാൽ ഇഷീഡോന്റെ മെയിൻ സ്ഥലമാണ്. അവിടെ ഈ യോഷി എന്തിനാണ് ഈ വേണ്ടാത്തൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. ഒരു വഴിയില്ലാണ്ട് യോഷി എന്ത് ചെയ്യും, ജോണിനെ ജയിലിലേക്ക് പറഞ്ഞു വിടും. യോഷിന്റെ പ്ലാനിന്റെ ഒരു ഭാഗമായിട്ടാണ് ജോൺ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇഷീഡോ ഇങ്ങനെ കണ്ടത് കൊണ്ട് യോഷി എന്ത് പറയും, ജോണിനെ ഇപ്പൊ തൽക്കാലം ജയിലിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിടും. അപ്പൊ അതേ ദിവസം രാത്രി യോഷി മാരിക്കോന്റെ അടുത്ത് ചോദിക്കും, ഈ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സത്യമല്ലാത്ത എന്തെങ്കിലും കാര്യം അയാൾ പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ആക്ച്വലി പോർച്ചുഗീസുകാരനാണ്. ജോണിന്റെ അടുത്ത് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ ഹിറമറ്റ്സു ഉണ്ടല്ലോ, ഹിറമറ്റ്സും വരും. ഹിറമറ്റ്സു എന്നിട്ട് ചോദിക്കും, സസ്പെൻസ് ഒക്കെ മതി, എന്താണ് നിന്റെ പ്ലാന്, യോഷിന്റെ പ്ലാൻ എന്താണ്, നീ എന്തിനാണ് ഈ ജോണിനെയൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, എന്താണ് ശരിക്കുള്ള പ്ലാൻ എന്ന് ചോദിക്കും. യോഷിന്റെ
ഡോട്ടർ ഇൻ ലോന്റെ പ്രസവം നോക്കാനാണല്ലോ ലേഡി ഒച്ചിബ ആ ഒരു കാസിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞു. ലേഡി ഒച്ചിബ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒസാക്കിയിലേക്ക് ഉടനെ എത്തും. ലേഡി ഒച്ചിബ ഇവിടെ എത്തിയതും ഇവർ വോട്ട് ചെയ്യും. ഈ കൗൺസിലുകാർ വോട്ട് ചെയ്തതും നമ്മളെ കൊല്ലാനുള്ളതാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോണും പോർച്ചുഗീസുകാരും അടിയാണ്. ഈ പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഹിഗോ എന്ന സ്ഥലത്തെ കിയാമ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവും ബുങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഓനോ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവും ക്രിസ്ത്യാനിറ്റി ഒരു റിലീജിയനാക്കി എടുത്ത് പോർച്ചുഗീസുകാരുടെ കൂടെയാണ്. അപ്പൊ ജോൺ ഇവിടെ വന്നതും ജോൺ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടില്ല. ഇഷീഡോന്റെ ബലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇഷീഡോന്റെ കൂടെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു യൂണിറ്റിയാണ് തകർക്കേണ്ടത്. ബാക്കിയുള്ള 4 രാജാക്കന്മാരും തമ്മിൽ അടിയാവണം, എന്നാലേ ഈ വോട്ടിംഗ് നടക്കാതിരിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. സംഭവം നല്ലൊരു പ്ലാൻ തന്നെയാണ്. ഇപ്പൊ ഒരു വഴിയില്ല ഇവരുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് വളഞ്ഞ വഴിയിലൂടെയാണ് യോഷി ആലോചിക്കുന്നത്. അങ്ങനെ ലേഡി ഒച്ചിബ മടങ്ങി വന്നു. വോട്ട് ചെയ്യേണ്ട ദിവസം എത്തി. യോഷിന്റെ പ്ലാൻ അതേപോലെ സംഭവിക്കുകയാണ്. കിയാമ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവില്ലേ, അയാൾ പറയും ഇപ്പൊ ജോണിനെ ജയിലിലല്ല ഇട്ടിരിക്കുന്നത്. ജയിലിട്ടാൽ മാത്രമൊന്നും പോരാ, അവൻ പോർച്ചുഗീസുകാരുടെ ശത്രുവാണ്. ഈ കാത്തലിക്സിനെതിരെ പ്രവർത്തിക്കാൻ വന്ന ആളാണ് ഇയാള്. ജോണിന് മേജർ പണിഷ്മെന്റ് തന്നെ കൊടുക്കണം എന്ന് പറയും. ഈ വോട്ട് ഞങ്ങൾ ചെയ്യണമെങ്കിൽ ജോണിനെ എക്സിക്യൂട്ട് ചെയ്ത ജോണിനെ കൊന്നാൽ മാത്രമേ ഞങ്ങൾ ഈ വോട്ടിൽ പങ്കെടുക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇവര് തമ്മിൽ അടിച്ച് പിരിഞ്ഞ് വോട്ട് ചെയ്യില്ല. ആ ദിവസത്തെ വോട്ടിംഗ് ക്യാൻസൽ ആക്കും. അങ്ങനെ നമ്മുടെ യോഷിന്റെ മാസ്റ്റർ പ്ലാന് പെട്ടെന്ന് തന്നെ വർക്ക് ആവുകയാണ്, ഒരു ലാഗും ഇല്ലാതെ തന്നെ. ഇനി നമുക്ക് ജയിലിൽ കിടക്കുന്ന ജോണിന്റെ അടുത്തേക്ക് പോവാം. അവിടെ ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പൻ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കും. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അതായത് ചൈനക്കാരും ജപ്പാൻകാരും അടിയാണ്. അപ്പൊ ഈ ജപ്പാനിലേക്ക് ഒരു ട്രേഡ് റൂട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അത് പോർച്ചുഗീസിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. പോർച്ചുഗീസുകാരാണ് ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള എംപറർക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. അപ്പൊ ഈ കാത്തലിക് ചർച്ച് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്കാവോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് ജപ്പാനീസ് ആൾക്കാരിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് തോക്കുകളും ബാക്കിയുള്ളതൊക്കെ സ്മഗിൾ ചെയ്ത് കൊണ്ട് കൊടുത്ത് ഒരു റിബല്യൻ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആക്ച്വലി ജപ്പാന്റെ എംപറർക്ക് എതിരെയാണ് പോർച്ചുഗീസുകാർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ആ ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ജോൺ പറയും അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. 100 കണക്കിന് ജപ്പാനീസ് ആൾക്കാര് പട്ടാളക്കാർ അവിടെ ഉണ്ട്. അവരെയൊക്കെ കാത്തോലിക്സ് ആക്കി അവർ റിലീജിയൻ മാറ്റിയിട്ട് പോർച്ചുഗീസുകാർക്ക് വേണ്ടി പണി ചെയ്യുന്ന പോലെ ഒരുപാട് ജപ്പാനീസുകാർ യുദ്ധം ചെയ്യാൻ റെഡി ആയിട്ട് മെക്കാവിലുണ്ട്. ആ കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് പറയും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറയും. പണി ഏത് വഴിയൊക്കെയാണ് വരുന്നതെന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കണം. അപ്പൊ നമ്മുടെ ജയിലിലെ കോൺവെർസേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് യബുഷിങ്കയും ഇഷീഡോയും കൂടെ വർത്താനം പറയുന്ന സീനാണ്. യബുഷിങ്കയ്ക്ക് നമ്മൾ പറഞ്ഞു യോഷിന്റെ അണ്ടറിലുള്ള ഒരു ലോഡ് ആണെങ്കിലും ലോയൽറ്റി ഒന്നും ഇല്ല എന്നുള്ള കാര്യം. അതാണ് ഇവിടെ വെച്ച് നമ്മൾ കാണാൻ പോകുന്നത്. ഇഷീഡോ ചോദിക്കും എന്തിനാണ് ഈ ജോണിനെ യോഷി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, എന്താണ് അതിലൊരു സീക്രട്ട് എന്തോ ഉണ്ടല്ലോ, നിനക്കറിയാമോ എന്ന് യബുഷിങ്കന്റെ അടുത്ത് ചോദിക്കും. യബുഷിങ്കയ്ക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞും കൊടുക്കും. ജോണിന്റെ എനിമി പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഫ്യൂച്ചറിൽ ഈ ക്രിസ്ത്യൻ രാജാക്കന്മാരുണ്ടല്ലോ 2 പേര്, അവരെ കൊണ്ട് അടിച്ച് പിരിയാൻ വേണ്ടിയിട്ടാണ് ജോണിനെ കൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം പറയും. ഇപ്പൊ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് യോഷി മരിച്ചു എന്നിരിക്കട്ടെ, ഈ കാത്തലിക്സ് ഈ പോർച്ചുഗീസുകാരുടെ എല്ലാം തോക്കുകളൊക്കെ, അപ്പൊ ഈ തോക്കുകളൊക്കെ കൊണ്ട് കാത്തലിക്സ് രാജാക്കന്മാർ ജയിക്കും. കിയാമി ഓനോ ഉണ്ടല്ലോ, അവര് ഈസി ആയിട്ട് യുദ്ധം ജയിക്കും. ജപ്പാൻ മൊത്തം അവരുടെ കൺട്രോളിലാവും. ഇങ്ങനെ നടന്ന ഇഷീഡോയ്ക്ക് ഒരു കാര്യമില്ല, നീ ഒറ്റപ്പെടുന്ന യബുഷിങ്ക ഒരു വാർണിംഗ് കൊടുക്കും. അതേപോലെ ഒരു സൊല്യൂഷനും കൊടുക്കും. നമുക്ക് ജോണിനെ ഈ കാത്തലിക്സ് ഉണ്ടല്ലോ അവർക്കെതിരെ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു വാർ വന്നു കഴിഞ്ഞാൽ ജോണിന് ജീവനോടെ നിൽക്കുന്നത് നമ്മുടെ ഒരു ആവശ്യമാണെന്ന് യബുഷിങ്ക ഇഷീഡോനോട് പറയും. അപ്പൊ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷീഡോ ആണെങ്കിൽ വോട്ടിംഗ് നടക്കണം എന്ന് പറഞ്ഞിട്ട് ജോണിനെ കൊല്ലാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് കൗൺസിലിൽ. അപ്പൊ യബുഷിങ്കന്റെ ബുദ്ധിയിൽ ഒരു പ്ലാൻ വരും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണിനെ ജയിലിൽ നിന്ന് ഇവർ പുറത്തേക്ക് കൊണ്ടുപോവാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യും, യബുഷിങ്കന്റെ കുറച്ച് ആൾക്കാരും കൂടെ വന്നിട്ട് ജോണിനെ രക്ഷപ്പെടുത്തും. ആ ജയിലിലെ ഓഫീസേഴ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് രക്ഷപ്പെടുത്തും ജോണിനെ. പക്ഷെ ഒരു ട്വിസ്റ്റ് വീണ്ടും സംഭവിക്കുന്നത്, നമ്മളൊക്കെ വിചാരിച്ചു നേരെ ഇഷീഡോന്റെ അടുത്തേക്കായിരിക്കും ജോണിനെ കൊണ്ടുപോകാന്ന്. യബുഷിങ്ക അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു ഡീൽ ഉണ്ടാക്കിയത്. ഒരു ട്വിസ്റ്റ് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് യോഷിന്റെ അടുത്തേക്കാണ്. ഇപ്രാവശ്യം മാർട്ടിൻ ഇല്ല ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, മാരിക്കോ മാത്രമേ ഉള്ളൂ, യോഷിന്റെ ആള് മാത്രമേ ഉള്ളൂ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പൊ യോഷി ചോദിക്കാണ്, നീ നിന്റെ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയും, അവിടെ ആരാണ് ഭരിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവം, ഈ മാപ്പ് എങ്ങനെയാണ്, യൂറോപ്പിന്റെ ഏത് സൈഡിലാണ് ഇംഗ്ലണ്ട്, പോർച്ചുഗീസ് ഏത് സൈഡാണ്, സ്പാനിഷ് ഏത് സൈഡാണ്, ഇതെല്ലാം പറയും. അപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. മൊത്തം വേൾഡിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് പോർച്ചുഗീസുകാർ കൺട്രോൾ ചെയ്യും, ഒരു സൈഡ് സ്പാനിഷുകാർ കൺട്രോൾ
കൺട്രോൾ ചെയ്യും. ഇവര് രണ്ടുപേരുമാണ് ഇപ്പൊ ലോകം ഭരിക്കുന്നത്. മെഗല്ലൻ പാസ് എന്ന് പറഞ്ഞൊരു പാസ് ഉണ്ട്. ആ പാസിൽ കൂടെ യൂറോപ്പിൽ നിന്ന് ജപ്പാനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ പാസ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സ്പാനിഷുകാരും പോർച്ചുഗീസുകാരാണ്. അവർ ഇതൊരു സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഒരാളും ഈ പാസ് കടന്ന് ജപ്പാനിലേക്ക് എത്തരുത് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ മെക്കാവിലുള്ള ആ ഒരു പോർച്ചുഗീസ് ബേസിനെ കുറിച്ചും പറയും. മെക്കാവോയിൽ ഇങ്ങനെ ഒരു ബേസ് ഉണ്ട്. മെക്കാവോയില് റോണിൻ എന്ന് പേരുള്ള ഒരു ജാപ്പാനീസ് ആർമിനെ കാത്തലിക്സുകാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി. ഇത്തരം പട്ടാളക്കാരന്റെ പേര് റോണിൻ എന്നാണ്. ഇതൊന്ന് നോട്ട് ചെയ്യണം. ഈ ടൈക്കോ പണ്ട് കുറെ യുദ്ധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിലൊക്കെ ടൈക്കോന്റെ എതിരെയായിരുന്നു ഈ പോർച്ചുഗീസുകാർ നിലനിന്നത്. ടൈക്കോന്റെ എതിരെ യുദ്ധം ചെയ്യാനാണ് ഇവർ ഗൺ സ്മഗ്ലിംഗ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറയും. അപ്പൊ ഇതൊന്നും ആക്ച്വലി ജപ്പാൻകാർക്ക് അറിയ പോലും ഇല്ല. പോർച്ചുഗീസുകാർ വന്നു, അവർ ട്രേഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് രാജാക്കന്മാരൊക്കെ അവരുടെ കയ്യിലാണ്. കുറച്ച് റിലീജിയനൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവർക്ക് അറിയുള്ളൂ. ഈ ലോകത്ത് എന്താ നടക്കുന്നതൊന്നും ഇവർക്ക് അറിയില്ല. ഈ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും കൂടെ ഒരു ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 കൊല്ലം മുന്നെയാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഓരോ പുതിയ രാജ്യങ്ങൾ ഇവർ ചെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വേൾഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് സൈഡാണ് ഇത് വരുന്നത്? പോർച്ചുഗീസിന്റെ സൈഡാണെങ്കിൽ അതൊക്കെ പോർച്ചുഗീസുകാർക്ക് നോക്കിക്കോളും, സ്പാനിഷുകാർ നോക്കിക്കോളും. ഈ പുതിയ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇവരുടെ റിലീജിയൻ സ്പ്രെഡ് ചെയ്യുക. നോൺ കാത്തലിക് ലാൻഡിൽ പോയിട്ട് ഈ കാത്തലിക്സിന്റെ റിലീജിയൻ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് മെല്ലെ അവിടുത്തെ ഗവൺമെന്റിനെ മറിച്ചിടുക. അങ്ങനെ ഒരു ലെവലിൽ എത്തുമ്പോൾ ഇവർക്ക് അവരുടെ ഗവൺമെന്റിനെ മറിച്ചിട്ടിട്ട് ഒരു കാത്തലിക് റൂൾഡ് ഗവൺമെന്റിനെ കൊണ്ടുവരിക. ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. എല്ലാ രാജ്യങ്ങളിലും ഇവർ ഇതാണ് ചെയ്യുന്നത്. ഈ കോളനൈസേഷൻ അല്ലേ, അതന്നെയാണ് സംഭവം. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒന്ന് ചെയ്തില്ലേ, അതേ കാര്യത്തിന് തന്നെ ഒന്ന് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കേട്ട് ജപ്പാനിലെ എല്ലാവരും ടെൻഷനാവും, ഞെട്ടി പണ്ടാരൊടുങ്ങും എല്ലാവരും. കാരണം ഇത്രയും ചതിയന്മാരാണോ ഈ പോർച്ചുഗീസുകാരെന്ന് ഇവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്ക് ഈ ജപ്പാന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരുപാട് പുറത്തു പോയിട്ടൊന്നുമില്ല. അപ്പൊ അവരുടെ കണക്കൂട്ടിൽ എന്താണെന്നൊന്നും ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതുവരെ, ജോൺ പറയുന്നത് വരെ. അപ്പൊ അവസാനം ഒരു ചോദ്യം കൂടെ യോഷി ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത് ജപ്പാനിൽ, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കും. ജോൺ പറയും, നമ്മുടെ കോമൺ എനിമിനെ ഇല്ലാതാക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. രണ്ടുപേരുടെ ഒരേ ശത്രുവാണ് ഇപ്പോൾ ഉള്ളത്, പോർച്ചുഗീസുകാർ. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു സീനിൽ നിന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേറെ കാര്യം കൊണ്ട് നോക്കാം. ഈ പോർച്ചുഗീസുകാരുടെ കയ്യിൽ ബ്ലാക്ക് ഷിപ്പ് എന്ന് പറഞ്ഞൊരു ഷിപ്പ് ഉണ്ട്. ഈ ട്രേഡ് മൊത്തം നടക്കുന്നത് ഈ ബ്ലാക്ക് ഷിപ്പ് വഴിയാണ്. ഒരു വലിയ ഷിപ്പാണ്. ജപ്പാനിൽ നിന്ന് പോവും, സാധനങ്ങൾ പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവരും. അതേപോലെ ജപ്പാനിൽ നിന്ന് സാധനം കയറ്റി അങ്ങോട്ട് പോകും. അപ്പൊ ഇപ്പൊ ഈ ഷിപ്പ് പോർട്ടിൽ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ആരുടെ പെർമിഷൻ കിട്ടണം? ഫോറിൻ മിനിസ്റ്ററിന്റെ, ജപ്പാനിലുള്ള ഫോറിൻ മിനിസ്റ്ററിന്റെ പെർമിഷൻ കിട്ടണം. ആരാണ് ഫോറിൻ മിനിസ്റ്റർ? അത് നമ്മുടെ യോഷിയാണ്. മാർട്ടിൻ ആണ് വരിക. മാർട്ടിൻ വന്നിട്ട് പറയും, നമ്മുടെ ഷിപ്പ് റെഡിയാണ്, എപ്പോഴും കിട്ടാവുന്നത് പോലെ ആ പെർമിഷൻ ഒന്ന് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകായിരുന്നു എന്ന് പറയും. അപ്പോഴാണ് യോഷി ഇപ്പൊ അറിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറയും. നിങ്ങൾക്ക് മെക്കാവിലുള്ള സീക്രട്ട് ബേസിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഒരു തീരുമാനം ആക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയും. മാർട്ടിൻ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലേ, ജോണിന്റെ ആ ഡോക്യുമെന്റ്സ്, കപ്പലിലുള്ള ആ ഡോക്യുമെന്റ്സ് യോഷിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഈ ന്യൂസ് കിയാമയിലേക്ക് എത്തും. കിയാമ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജാവാണ്. അയാൾക്ക് ഈ ന്യൂസ് എത്തും. അയാളൊക്കെ ആകെ ദേഷ്യപ്പെടും. പോർച്ചുഗീസുകാരന്റെ എതിരെ യോഷി ഓരോന്നും ചെയ്യുന്നതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആ ഒരു ദിവസം രാത്രി ഒരു ചതി നടക്കുകയാണ്. എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ യോഷിന്റെ ചേംബറിലേക്ക്, അതായത് യോഷി താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പെണ്ണ് വന്നിട്ട് എല്ലാവരും കുത്തി കുത്തി കൊല്ലുകയാണ്. ഒരു സ്നീക്ക് അറ്റാക്ക് ആണ് ഇവിടെ നടക്കുന്നത്. യോഷി തലേദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ജോണിനെ സ്വന്തം ക്വാർട്ടേഴ്സിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പെണ്ണ് അങ്ങനെ അവസാനം വന്ന് യോഷിന്റെ ആ ഒരു ചേംബറിലെത്തും. അപ്പൊ എന്ത് ചെയ്യും, യോഷി ആ പെണ്ണിനെ ഒരു വിധം കൊല്ലുകയാണ്. ആ പെണ്ണ് പെട്ടെന്ന് അങ്ങനെ മരിക്കൊന്നുമില്ല, ഒരുപാട് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടാണ് മരിക്കുക. അപ്പൊ ആരിനെ കൊല്ലാനാണ് ഇങ്ങനെ ഒരു കില്ലർ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് യോഷിന്റെ വീണ്ടും ഒരു ബുദ്ധി. യോഷി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഷി സാധാരണ താമസിക്കുന്ന റൂമാണ് ജോണിന് താമസിക്കാൻ ഇവർ കൊടുത്തിരിക്കുന്നത്. ജോണിന്റെ റൂമിൽ യോഷിയുമാണ്. അപ്പൊ ആക്ച്വലി യോഷിനെ കൊല്ലാനല്ല ഈ പെണ്ണ് വന്നത്, അത് ജോണിനെ കൊല്ലാനാണ്. ഇഷീരോന്റെ പണിയല്ല ഇത് വേറെ ആരുടെയോ പണിയാണ്. കാരണം അവര് ജോണിനെ കൊല്ലാനാണ് ആക്ച്വലി വന്നത്. ജോൺ എന്നുള്ള ആള് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് ആർക്കോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് കാരണമാണ് ഒരു കില്ലറിനെ ആരോ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാവും ഇത്. ആ ഒരു ഞെട്ടിപ്പിക്കുന്ന സീനോട് കൂടിയിട്ടാണ് സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ.